ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ 6ാമത്തെ പാഠമാണ്. സുരക്ഷിത ജീവിതം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി പരിസര പഠനത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD3 EVS എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ടീച്ചറും നിങ്ങളെപ്പോലെയുള്ള കൊച്ചു കൊച്ചു കുട്ടികളും ഒരു കളി കളിക്കുന്ന ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. പുതിയൊരു കളിയുമായാണ് കുട്ടൻ്റെ ക്ലാസ്സിലേക്ക് ടീച്ചർ എത്തിയത്. ടീച്ചറും കുട്ടികളും ചേർന്ന് പാട്ടുപാടി താളത്തിൽ കളിച്ചു തുടങ്ങി. അവർ പാടിയ പാട്ട് നോക്കൂ. ഒരു വിരലാടുമ്പോൾ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. ഒരു വിരൽ ഇരുവിരലാടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. വരികൾ കൂട്ടിച്ചേർത്ത് പാട്ടുമായി നമുക്കും ഈ കളി കളിച്ചാലോ? ഇതിലേക്ക് എങ്ങനെ വരികൾ കൂട്ടിച്ചേർക്കാം മക്കളെ? ഒരു വിരൽ ഇരുവിരൽ മൂവിരലാടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. ഒരു വിരൽ ഇരുവിരൽ മൂവിരൽ 4 വിരലാടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. ഒരു വിരൽ ഇരുവിരൽ 4 വിരൽ 5 വിരലാടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. ഇങ്ങനെ കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ടീച്ചറും ഈ കളി ഒന്ന് കളിച്ചു നോക്കണേ. നിങ്ങൾ കൂട്ടുചേർന്ന് കളിക്കാറുള്ള കളികൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ടല്ലേ. ഒളിച്ചുകളി, കള്ളനും പോലീസും കളി, ഗോലിക്കളി, ഉപ്പുകളി, അങ്ങനെ ഒത്തിരി കളികളുണ്ട്. ഈ കളികൾ ഏതെല്ലാമാണെന്ന് അറിയാമോ? ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഗോലികളിയുണ്ട്, അതുപോലെ കുളംകര കളിയുണ്ട്, ഒളിച്ചു കളിയുണ്ടല്ലേ. ഓടിച്ചാടി കളിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്? കായിക ശേഷി കൂടുന്നു, കായിക ക്ഷമത കൂടുന്നു, ശാരീരിക ആരോഗ്യം വർദ്ധിക്കുന്നു, മാനസിക ആരോഗ്യം കിട്ടുന്നു, രക്തയോട്ടം കൂടുന്നു, ശരീരത്തിന് ഊർജം ലഭിക്കുന്നു. ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞപ്പോൾ കളികൾ കളിക്കുന്നത് കൊണ്ട്, ഫിസിക്കലായിട്ടുള്ള കളികൾ കളിക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യം കിട്ടും. കായികപരമായും മാനസികപരമായും ശാരീരികപരമായുള്ള ആരോഗ്യം കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. ഇത്തരത്തിൽ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ ഭക്ഷണശീലം വേണം, ആവശ്യത്തിന് ഉറക്കം വേണം, ശരിയായ വ്യായാമം വേണം. ശരിയായ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്? നിറയെ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, പച്ചക്കറികളും പഴങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും എന്നിവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നന്നായി വെള്ളം കുടിക്കുക. ഇനി ഉറക്കം എങ്ങനെയാണ് ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്? ദിവസവും 8 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം ലഭിക്കാനും തലച്ചോറും മറ്റു ശരീരാവയവങ്ങളും നന്നായി പ്രവർത്തിക്കാനും സഹായിക്കുന്നു. ശരീരത്തിൻ്റെ ക്ഷീണം മാറുന്നത് വഴി മറ്റു ജോലികൾ ചെയ്യാനുള്ള ഊർജവും നല്ല ഉറക്കം കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. എപ്പോൾ ഉറങ്ങാൻ കിടക്കണം? രാത്രി ഒരു 8-9 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ ഉറങ്ങാൻ കിടക്കണം. എത്ര സമയം ഉറങ്ങണം? ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം കേട്ടോ. ശരിയായ രീതിയിലുള്ള ഉറക്കം ശീലിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും? ശരീരത്തിന് ഉന്മേഷം ലഭിക്കില്ല, തലവേദന പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ജോലികൾ ചെയ്യാനുള്ള ഊർജം ലഭിക്കില്ല. ഇതെല്ലാം ഉറക്കം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇക്കാര്യങ്ങളെപ്പറ്റി ആരോഗ്യ വിദഗ്ധരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്കൂളിലുണ്ടാവില്ലേ ഹെൽത്ത് ടീച്ചർ? ആ ടീച്ചറോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ചൊന്ന് എഴുതി നോക്കണം കേട്ടോ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണശീലവും കൂട്ടുചേർന്നുള്ള കളികളും ആവശ്യത്തിന് ഉറക്കവും പ്രധാനമാണ്. ഇനി കാലാവസ്ഥയും വസ്ത്രവും എന്നുള്ള ഭാഗം നോക്കാം. ടീച്ചർ കുട്ടികൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കുട്ടന് കിട്ടിയ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിലെ ചിത്രം നോക്കിക്കേ. കണ്ടോ മക്കളെ? ചിത്രത്തിലെ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്താണ് പ്രത്യേകത? ശരീരം മുഴുവൻ മറയുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ആ കുട്ടി ധരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കാരണം എന്തായിരിക്കും? തണുത്ത കാലാവസ്ഥയെ മറികടക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത്. ഇത് മഞ്ഞൊക്കെ നിറഞ്ഞ കാലാവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടിയാണല്ലേ. കണ്ടാൽ തന്നെ നമുക്കറിയാം. തുണിത്തരങ്ങളെല്ലാം ഒരുപോലെയാണോ? അല്ല, പലതരത്തിലുള്ള തുണിത്തരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതെല്ലാം തുണികളെ കുറിച്ചറിയാം? പരുത്തി, പോളിസ്റ്റർ, കോട്ടൺ, നൈലോൺ, റയോൺ, സ്വിസ് കോട്ടൺ, അങ്ങനെ ഒത്തിരി തുണിത്തരങ്ങളുണ്ട് അല്ലേ. ചൂടുകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടായിരിക്കണം? ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയണം, വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഇഴയകലും ഉണ്ടാകണം, ഇരുണ്ട നിറമുള്ള വസ്ത്രങ്ങളായിരിക്കരുത്, അയഞ്ഞ വസ്ത്രങ്ങളായിരിക്കണം. ഈ സവിശേഷതകൾ ഏതുതരം വസ്ത്രങ്ങൾക്കാണ് കൂടുതലുള്ളത്? പരുത്തി വസ്ത്രങ്ങൾക്കാണോ അതോ പോളിസ്റ്റർ വസ്ത്രങ്ങൾക്കാണോ? എങ്ങനെ കണ്ടെത്താം? അതിന് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. പരുത്തിയുടെയും പോളിസ്റ്ററിൻ്റെയും തുണിക്കഷ്ണങ്ങൾ ഒരേ അളവിലെടുക്കുക. ഒരേ വലുപ്പമുള്ള 2 ഗ്ലാസുകളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് തുണികൾ പൂർണ്ണമായും അതിൽ മുക്കുക.
1 മിനിറ്റ് കഴിഞ്ഞ് അവ പുറത്തെടുക്കുക. ഓരോ ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ അളവ് നിരീക്ഷിക്കുക. എന്താണ് നിങ്ങൾക്ക് കണ്ടെത്തിയത്? കാരണം എന്താണെന്ന് ചർച്ച ചെയ്യൂ. കോട്ടൺ തുണി ഇട്ട ഗ്ലാസ്സിൽ വെള്ളം കുറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? കാരണം കോട്ടൺ തുണി ആ വെള്ളത്തെ ആഗിരണം ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് ഏതുതരം വസ്ത്രമായിരിക്കും അനുയോജ്യം? പെട്ടെന്ന് ഉണങ്ങുന്നത്, ഭാരം കുറവുള്ളത്, വാട്ടർ പ്രൂഫ് ജാക്കറ്റുകൾ അല്ലേ, അതായത് വെള്ളം തങ്ങി നിൽക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ. തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ചെമ്മരിയാട്, ഹിമക്കരടി തുടങ്ങിയ ജീവികൾക്ക് തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കട്ടിയുള്ള രോമാവരണമാണ് ഉള്ളത്. പെൻഗ്വിനുകൾക്ക് അവയുടെ തൂവലുകൾ തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവികളും തൊലിയുടെ അടിയിലുള്ള കൊഴുപ്പിൻ്റെ പാളിയും അവയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. റോഡും പരിസരവും. ക്ലാസ്സിന് ശേഷം കുട്ടനും കൂട്ടുകാരും ബസ്സിൽ കയറാനായി നടന്നു. റോഡരികിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വലതുവശം ചേർന്ന് നടക്കുക, കൂട്ടം കൂടി നടക്കരുത്, നടപ്പാതയുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവൂ, സീബ്ര ലൈനിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക, റോഡ് നിയമങ്ങൾ പാലിക്കുക. റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുന്നതാണ് സുരക്ഷിതം. ഇടതുവശത്തു കൂടി നടക്കുമ്പോൾ അപകടത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ചർച്ച ചെയ്യൂ. റോഡിൻ്റെ വലതുവശത്തു കൂടി നടക്കുമ്പോൾ നമുക്ക് മുന്നിലൂടെ വരുന്ന വാഹനങ്ങൾ കാണാം. ഇടതുവശത്തു കൂടി നടക്കുകയാണെങ്കിൽ വാഹനങ്ങൾ നമുക്ക് പുറകിലൂടെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാനാവില്ല. റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് എതിരായി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിൻ്റെ ഇടതുവശത്തു കൂടി പോകുന്നതിനാൽ അപകട സാധ്യത കുറവാണ്. റോഡിൽ സീബ്ര വരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്തിനായിരിക്കും? വെളുത്ത വരകൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാനാണ് അങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ളതാണ് സീബ്ര വരകൾ. കുട്ടികൾ ഇരുവശവും നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി സീബ്ര വര മുറിച്ചു കടന്ന് വരിയായി ബസ്സിൽ കയറി. ബസ്സിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കൈയും തലയും പുറത്തിടരുത്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചർച്ച ചെയ്യൂ. ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത്. വാഹനങ്ങൾ നിർത്തിയതിനു ശേഷം മാത്രമേ ഇറങ്ങാവൂ. കൈയും തലയും പുറത്തിടരുത്. ഡോറിന് സമീപം നിൽക്കരുത്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തുപ്പരുത്. വാഹനത്തിൽ സുരക്ഷിതമായി പിടിച്ചിരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഒരമ്മ കുട്ടിയോട് പറയുന്നത് നോക്കിക്കേ. റോഡ് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് എന്തെല്ലാം കാരണങ്ങളാണുള്ളത്? അമിത വേഗം, ഡ്രൈവറുടെ അശ്രദ്ധ, മുന്നറിയിപ്പ് ബോർഡുകൾ അനുസരിക്കാത്തത്, ട്രാഫിക് അടയാളങ്ങൾ ശ്രദ്ധിക്കാത്തത്, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത്, സുരക്ഷിതമല്ലാത്ത റോഡുകൾ, ഡ്രൈവറുടെ പരിചയക്കുറവ്, വാഹനപ്പെരുപ്പം, ഇതെല്ലാം അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാണ്. നമ്മൾ നേരത്തെ റോഡ് നിയമങ്ങൾ പാലിക്കണമെന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. കവലയിലെത്തിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ അടയാള വിളക്കുകളിലേക്കായി കുട്ടികളുടെ ശ്രദ്ധ. നോക്കിക്കേ, അടയാള വിളക്കുകളിൽ ചുവപ്പ്, മഞ്ഞ, പച്ച, ഓറഞ്ച് എന്നിങ്ങനെ പല നിറങ്ങൾ നിങ്ങൾക്ക് കാണാം അല്ലേ? അടയാള വിളക്കുകളിലെ ഓരോ നിറവും ചിഹ്നവും സൂചിപ്പിക്കുന്നത് എന്താണ്? ആദ്യത്തെ നോക്കിക്കേ, ചുവപ്പ് നിറം വാഹനം നിർത്തുക എന്നുള്ള അടയാളമാണ്. മഞ്ഞ വാഹനം എടുക്കാൻ തയ്യാറാവുക. പച്ച വാഹനം മുന്നോട്ട് പോവുക. ഇനി താഴെയുള്ളത് നോക്കൂ. കൈയിൻ്റെ ചിഹ്നത്തിലൊരു ചുവപ്പ് അടയാളം കാണുന്നില്ലേ? അത് കാൽനട യാത്രക്കാരവിടെ നിൽക്കുക എന്നുള്ള അടയാളമാണ്. പച്ച മുന്നോട്ട് പോവുക എന്നുള്ള അടയാളമാണ് കേട്ടോ. റോഡിൻ്റെ വശങ്ങളിൽ കുട്ടികൾ കണ്ട ചില അടയാളങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ചിത്രത്തിലെ അടയാളങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി എഴുതുക. നോക്കിക്കുക, അവർ കണ്ടിട്ടുള്ള അടയാളങ്ങൾ ഇതൊക്കെയാണ്. ആദ്യത്തേത് ഹോസ്പിറ്റൽ അടുത്തുണ്ട് എന്നുള്ള അടയാളമാണ്. രണ്ടാമത്തേത് സ്കൂള് അടുത്തുണ്ട് എന്നാണ്. മൂന്നാമത്തേത് ഹോൺ അടിക്കരുത് എന്നാണ്. നാലാമത്തേത് പാർക്ക് ചെയ്യരുത്, വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നാണ്. കൂടുതൽ ട്രാഫിക് അടയാളങ്ങൾ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ വരച്ചു ചേർക്കൂ. നോക്കിക്കേ, ഞാനിവിടെ ഏതാനും ട്രാഫിക് അടയാളങ്ങൾ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നോട്ട് പുസ്തകത്തിൽ വരച്ചു ചേർക്കുക. എന്തിനാണെന്നും എഴുതുക. വാഹനം ഓടിക്കാം. ഇനിയൊരു വാഹനക്കളിയായാലോ? ചിത്രത്തിലേതുപോലെ സ്കൂൾ ഗ്രൗണ്ടിൽ റോഡ് വരയ്ക്കണം. 2-3 ഇടങ്ങളിൽ സീബ്ര ലൈൻ കൂടി വരയ്ക്കണം. ഒരാൾ ട്രാഫിക് പോലീസ് ആവണം. കൂടാതെ ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡുകളുമായി 3 പേരും തയ്യാറായി നിൽക്കണം. കുറച്ചുപേർ വാഹനങ്ങളായി മാറണം. ബാക്കിയുള്ളവർ കാൽനട യാത്രക്കാരാവണം. എന്നിട്ട് വാഹനം ഓടിച്ചു കളിക്കൂ. വാഹനങ്ങൾ റോഡിലൂടെ ഓടുക. റോഡ് നിയമങ്ങൾ കൃത്യമായി അനുസരിച്ച് വേണം വാഹനങ്ങൾ നീങ്ങാൻ. നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചോ? റോഡിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ? കളിക്ക് ശേഷം നിങ്ങളുടെ അനുഭവക്കുറിപ്പ് എഴുതുകയും വേണം. അപ്പോൾ റോഡ് നിയമങ്ങൾ പാലിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ലഭിക്കേണ്ട ചികിത്സ അല്ലെങ്കിൽ ശുശ്രൂഷയാണ് പ്രഥമ ശുശ്രൂഷ. കുട്ടൻ വീട്ടിലെത്തി. അവൻ മുറ്റത്ത് കളിക്കുകയായിരുന്നു. കല്ലിൽ തട്ടി വീണ്
കുട്ടൻ്റെ കാൽമുട്ട് മുറിഞ്ഞ് ചോര വന്നു. അമ്മ ഓടി വന്നു ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകി കാൽ ഉയർത്തിവെച്ചു. രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് ചുറ്റിക്കെട്ടി. മുറിവിന് ആഴം കൂടുതലുള്ളതിനാൽ കുട്ടനെ വേഗം ആശുപത്രിയിലെത്തിച്ചു. മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി. ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. കുട്ടന് പരിക്ക് പറ്റിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് ചെയ്തത്? മുറിവ് കഴുകി, മുറിവ് പറ്റിയ കാൽ ഉയർത്തിവെച്ചു, മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് ചുറ്റിക്കെട്ടി, പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു, വേണ്ട ചികിത്സ നൽകി. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപാണല്ലോ അമ്മ ഇതെല്ലാം ചെയ്തത്. മുറിവ് പറ്റിയപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകിയതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടായത്? രോഗാണുക്കൾ മുറിവിലെത്തുന്നത് തടയാൻ കഴിഞ്ഞു, രക്തം വാർന്നു പോകുന്നത് തടയാൻ കഴിഞ്ഞു, വലിയ അപകടമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നതുവരെ നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ. അമ്മ കുട്ടനെയും കൊണ്ട് വീട്ടിലെത്തി. കുട്ടൻ അമ്മയോട് ചോദിക്കുന്നു, നോക്കൂ, ഇതൊക്കെ അമ്മ എവിടെ നിന്ന് പഠിച്ചു? അമ്മ: ഞാനൊരു പുസ്തകം തരാം, നീയും വായിച്ചു നോക്കൂ. അമ്മ നൽകിയ പുസ്തകം കുട്ടൻ വായിച്ചു. പുസ്തകത്തിലെ ചില പേജുകൾ നോക്കിക്കേ. ചതവിനുള്ള പ്രഥമ ശുശ്രൂഷ. വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വയ്ക്കുക. അതുവഴി വേദനയും നീർക്കെട്ടും ഒഴിവാക്കാം. എന്നാൽ അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ ഇതുകൊണ്ട് കാര്യമില്ല. ആശുപത്രിയിൽ പോകുക തന്നെ വേണം. പക്ഷേ അതിനു മുൻപ് ഒടിഞ്ഞ ഭാഗം ഒരു മരസ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കണം. ആ ഭാഗം ഇളകാതിരിക്കാൻ ഇത് സഹായിക്കും. പുസ്തകത്തിലെ ഈ പേജ് വായിച്ചപ്പോൾ കുട്ടനൊരു സംശയം. ഈ പുസ്തകത്തിൽ വാഹനങ്ങളിലും വിദ്യാലയങ്ങളിലും നിർബന്ധമായും ഒരു പ്രഥമ ശുശ്രൂഷപ്പെട്ടി സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. പ്രഥമ ശുശ്രൂഷപ്പെട്ടിയിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കൂ. ഓരോന്നിൻ്റെയും ഉപയോഗം എഴുതുകയും വേണം. നമുക്ക് പ്രഥമ ശുശ്രൂഷപ്പെട്ടിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും വേണ്ടതെന്ന് നോക്കാം. നോക്കിക്കേ. ട്വീസറുകൾ, പിളർപ്പുകൾ, മുറിവുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ട്വിക്കുകളുടെയോ പ്രാണികളുടെയോ കുത്തുകൾ എന്നിവ നീക്കം ചെയ്യാൻ ഉപയോഗിക്കാം. രണ്ടാമത്തേത് കത്രിക. മുറിവുകൾക്ക് യോജിച്ച ബാൻഡേജുകൾ മുറിക്കാനും ബാൻഡേജ് മാറ്റാൻ ഡ്രസ്സിങ്ങുകൾ നീക്കം ചെയ്യാനും ഉപയോഗിക്കാം. ഡിസ്പോസിബിൾ കയ്യുറകൾ. നൈട്രൈൽ റബ്ബറിൽ നിന്ന് അലർജി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ നിർമ്മിച്ചതാണ് ഈ കയ്യുറകൾ. മുറിവുകൾ വൃത്തിയാക്കുമ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോഴും അണുബാധ നിയന്ത്രണത്തിന് ഇത് അത്യാവശ്യമാണ്. തെർമോമീറ്റർ. പനിയുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ താപനില അളക്കാൻ ഉപയോഗിക്കാം. ത്രികോണാകൃതിയിലുള്ള ബാൻഡേജുകൾ ഒരു കൈ നിശ്ചലമാക്കുന്നതിനോ മുറിവ് ഞെരുക്കാനും രക്തസ്രാവം തടയാനും മടക്കി വയ്ക്കാനോ ഒരു കവിണയായി ഉപയോഗിക്കാം. ആന്റിസെപ്റ്റിക് വൈപ്പുകൾ, സ്ക്രാപ്പുകൾ, മുറിവുകൾ, ഉരച്ചിലുകൾ എന്നിവ പോലുള്ള മുറിവുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കാം. ഒട്ടിക്കുന്ന ബാൻഡേജുകൾ ബാൻഡേഡ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവ ചെറിയ മുറിവുകൾക്കും സ്ക്രാപ്പുകൾക്കും ചികിത്സിക്കാനും സ്പ്ലിൻറ്ററുകൾ, ചുണങ്ങുകൾ, മറ്റുരച്ചിലുകൾ എന്നിവ സംരക്ഷിക്കാനും ഇവ ഉപയോഗിക്കാം. പ്രഥമ ശുശ്രൂഷ മാനുവൽ വിവിധ അടിയന്തര സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നു. അതായത് അതൊരു പുസ്തകമാണ് കേട്ടോ. പ്രഥമ ശുശ്രൂഷ പെട്ടി. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നോക്കിക്കേ. കത്രിക, പഞ്ഞി, തുണി, ബാൻഡേജ്, സോപ്പ്, പിൻ, സ്കെയിൽ, ചവണ, പിന്നെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള മരുന്നുകൾ, പിന്നെ നമ്മളിപ്പോൾ എഴുതിയില്ലേ ഒരുപാട് സംഭവങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രഥമ ശുശ്രൂഷ നൽകുന്ന മറ്റേതെല്ലാം സാഹചര്യങ്ങളാണ് നിത്യജീവിതത്തിൽ ഉണ്ടാവുക? തല ചുറ്റി വീഴുക, പൊള്ളലേൽക്കുക, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക, പാമ്പ് കടിയേൽക്കുക. പ്രഥമ ശുശ്രൂഷയെപ്പറ്റി കൂടുതൽ അറിയാൻ ആരോഗ്യ പ്രവർത്തകരെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ. ലഭിച്ച വിവരങ്ങൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തണം. അപകട സമയങ്ങളിൽ ഉചിതമായ പരിചരണമല്ല രോഗിക്ക് ലഭിക്കുന്നതെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷഫലമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മക്കളെ, ഓരോ സാഹചര്യത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ. കണ്ണിൽ പൊടി വീണാൽ കണ്ണ് തിരുമ്മരുത്, ചെവിക്കുള്ളിലേക്ക് വസ്തുക്കൾ കയറ്റരുത്, തലപൊട്ടി മുഴച്ചാൽ അമർത്തി തിരുമ്മരുത്, അപകടങ്ങളിൽപ്പെട്ടവർക്ക് അസ്ഥിയിൽ പൊട്ടലുണ്ടാവാം, അവരെ പെട്ടെന്ന് എടുത്തുയർത്തരുത്, പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ്, തേന് തുടങ്ങിയവ ഉപയോഗിക്കരുത്, ചതവ് പറ്റിയാൽ ആ ഭാഗത്ത് ചൂടേൽപ്പിക്കുകയോ തിരുമുകയോ ചെയ്യരുത്. തേനീച്ച പോലെയുള്ള പ്രാണികളുടെ കുത്തേറ്റാൽ ശ്രദ്ധാപൂർവം കൊമ്പ് അല്ലെങ്കിൽ മുള്ള് എടുത്തു മാറ്റണം. കുത്തുകൊണ്ട ഭാഗത്ത് അമിത ബലമേൽപ്പിച്ചാൽ വിഷമുള്ളിലേക്ക് ചെല്ലാനിടയാകും. ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ കുത്തുകൾ ഏൽക്കുന്ന സാഹചര്യങ്ങളിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. പ്രകൃതിയുടെ കൂട്ടുകാർ. ഏതെല്ലാം ജീവികളെയാണ് ചിത്രത്തിൽ കാണുന്നത്? എട്ടുകാലി, പാമ്പ്, കടന്നൽ. അല്ലേ, കടന്നലാണോ തേനീച്ച, ഏതെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. എന്താണ് ഈ ജീവികളുടെ സവിശേഷത? ഇവയൊക്കെ വിഷമുള്ള ജീവികളാണല്ലേ. എപ്പോഴും ഇവ നമുക്ക് അപകടകാരികളാവുന്നുണ്ടോ? ചില സമയങ്ങളിലൊക്കെ.
അപൂർവം സന്ദർഭങ്ങളിൽ ആളുകൾക്ക് ഇവയുടെ കടിയേൽക്കാറുണ്ട്. കടിയേറ്റ ഉടനെ വൈദ്യസഹായം തേടണം. കടിയേൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതാണ് പ്രധാനം. ഈ ജീവികൾ പ്രകൃതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ? പരിസ്ഥിതിയിൽ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളും എണ്ണത്തിൽ പെരുകാതെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇതുപോലെയുള്ള ജീവികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവയെ ഉപദ്രവിക്കുന്നത് ശരിയാണോ? അല്ല. ഡോക്ടറോട് ചോദിക്കാം. കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. താഴെ നമുക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, നോക്കിക്കേ. അപരിചിതരായ ആളുകളിൽ നിന്ന് സമ്മാനം, മിഠായി തുടങ്ങിയവ സ്വീകരിക്കരുത്. അതായത് പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് ഒന്നും വാങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളെ സ്പർശിക്കാൻ ആരെയും അനുവദിക്കരുത്. അരുത്, പറ്റില്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ കർശനമായി അങ്ങനെ തന്നെ പറയണം. ശരീരഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ആരെങ്കിലും സ്പർശിച്ചാൽ, അതായത് തൊട്ടാൽ, തീർച്ചയായും എതിർപ്പ് അറിയിക്കണം. രക്ഷിതാക്കളോടോ അധ്യാപകരോടോ ഇക്കാര്യം തുറന്നു പറയുകയും വേണം. ഇനി നമുക്ക് വിലയിരുത്താൻ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. ചിത്രം നോക്കൂ. ഇവിടെ ഏതെല്ലാം ഗതാഗത നിയമങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്? ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം? ഇവിടെ ഒട്ടുമിക്ക ഗതാഗത നിയമങ്ങളും ലംഘിക്കപ്പെടുന്നുണ്ട്. സിഗ്നൽ ലൈറ്റ് ചുവപ്പാണ് കത്തിയിരിക്കുന്നത്. അത് വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സിഗ്നലാണ്. കാൽനട യാത്രക്കാർക്ക് സീബ്ര ലൈൻ വഴി റോഡ് മുറിച്ചു കടക്കുന്നതിനുള്ള സിഗ്നൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെയാണ് ബൈക്ക് അതിലൂടെ അമിത വേഗത്തിൽ കടന്നു വരുന്നത്. വാഹനം ഓടിക്കുന്നയാൾ ഹെൽമറ്റ് ധരിച്ചിട്ടില്ല. മാത്രമല്ല 2 പേർ ഇരിക്കേണ്ട വാഹനത്തിൽ 3 പേര് ഇരുന്നിട്ടുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ വലിയൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചോദ്യം 2. ശരിയായവ വരച്ചു യോജിപ്പിക്കുക. നമുക്കിവിടെ കുറച്ച് സിഗ്നലുകളും അടയാളങ്ങളും അതുപോലെ അതിൻ്റെ നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. ആദ്യത്തേത് വലത്തോട്ട് തിരിയുക. അത് നമ്മൾ വരച്ചു യോജിപ്പിക്കേണ്ടത് താഴേക്കാണ്. കാൽനട യാത്രക്കാർക്ക് നിരോധനം, അത് ഇതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. വേഗപരിധി ആദ്യത്തെ അടയാളത്തിലേക്കാണ്. സമീപത്ത് പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, അത് ഇതിലേക്കാണ്. ചോദ്യം 3. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പ്രഥമ ശുശ്രൂഷ പെട്ടിയിലെ ഇനവും അതിൻ്റെ ഉപയോഗവുമാണ് തന്നിട്ടുള്ളത്. നോക്കിക്കേ. മുറിവോ ചതവോ കെട്ടാൻ ഉപയോഗിക്കുന്നത് ബാൻഡേജ് ആണ്. തുണി അല്ലെങ്കിൽ ബാൻഡേജ് മുറിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കത്രികയാണ്. പിന്ന് ബാൻഡേജ് ചേർത്ത് വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. മുറിവുകൾ വൃത്തിയാക്കുന്നതിനും തുടക്കുന്നതിനും പഞ്ഞിയാണ് ഉപയോഗിക്കുന്നത്. ചവണ, പിളർപ്പുകൾ, മുറിവിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പാഠവും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്